ഹലോ, ഇന്നെന്താ പരിപാടി? ഇന്ന് നമ്മുടെ പരിപാടിയെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് രണ്ട് പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ട് എങ്ങനെയാണ് വഴുതനങ്ങ വറക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വഴുതനങ്ങ വറക്കുന്നുണ്ട്. പുറത്ത് ഭയങ്കര മഴയാട്ടോ. ഇന്നാണെങ്കിൽ കുറേ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര പ്ലാനിങ്. ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷെ നോക്കിയേ, നല്ല മഴയാണ്, പുറത്തൊക്കെ നല്ല മഴയാണ്. അപ്പം അത് കാരണം കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഞാനുണ്ടാക്കുന്ന വഴുതനങ്ങ ഫ്രൈ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വീഡിയോ എടുക്കാം, വീഡിയോയുടെ കൂടി കാണിക്കാൻ പറ്റും. ഞാൻ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മസാല സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. കുറച്ച് വലിയ പാത്രത്തിലാട്ടോ നമ്മൾ മസാല ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് ഇട്ടിട്ട് നമുക്കിങ്ങനെ ഇതാക്കാം. അപ്പോൾ കുറേ ഉള്ള കാരണം നമുക്ക് ഓരോന്നിനും മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ല. അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ മസാല കൂട്ടുകയാണെങ്കിൽ നമുക്കിങ്ങനെ കൈയിട്ട് ഇങ്ങനെ ആക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. ആദ്യം മുളക് പൊടിയാണ്. ഇത് കാശ്മീരി ചില്ലി ആട്ടോ. അപ്പോൾ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. കുറച്ച് മുളക് പൊടി. നല്ല മഴ കേട്ടോ, നല്ല മഴയുണ്ട്. ഈ മഞ്ഞൾപ്പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതായാലും മതി കേട്ടോ. അത് നമ്മൾ ചേർക്കുന്നുണ്ട്, കുറച്ചധികം ചേർക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണതല്ല, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. അപ്പം അത് കാരണം കൊണ്ട് കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ കറക്റ്റ് ചിക്കൻ്റെ അങ്ങനത്തെ ഒരു ഫ്ലേവറില്ല, അങ്ങനത്തെ അല്ല, കുറച്ച് സാധാരണ മൈൽഡായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മതി, കാരണം കടയിൽ നിന്ന് മേടിക്കുന്നത് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ കുറച്ച് മതി. പിന്നെ ഈ മസാല ചേർക്കുന്ന കാരണം കൊണ്ട് ഈ ഗരം മസാലയുടെ ആവശ്യമില്ല, എന്നാലും ഞാനൊരു പിഞ്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. മസാലയുടെ ഫ്ലേവർ ഒരുപാട് ഇല്ലെങ്കിൽ ഇത് ഗരം മസാല ചേർക്കണ്ട. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇതൊരു ഭംഗിക്ക് ചേർക്കേണ്ടതാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല, ഇരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുന്നത് വേണ്ടിയിട്ട്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ, നമ്മൾ ഈ മസാലയുടെ മെയിൻ ഐറ്റമാണ് മുട്ട. നമ്മൾ വെള്ളമോ ഒന്നും ചേർത്തിട്ടല്ല നമ്മൾ മസാല കുഴക്കുന്നത്, ഈ മുട്ട വെച്ചിട്ടാണ് കേട്ടോ. ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇത്ര മതിയോ? ഇത്രയും ഇല്ല, നമ്മൾ മൊത്തം ചെയ്യണില്ല, അത് വൈകുന്നേരത്തേക്കും കൂടി വേണ്ടിയിട്ട് ഇതാക്കിയിട്ടാണ്. ഞാൻ കുറച്ച് അധികം അരിഞ്ഞ് വെച്ചതേ ഉള്ളൂ. ഇനി ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഗ്രേവിയുടെ ആ ഒരു അളവ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കാം. വഴുതനങ്ങയ്ക്ക് കൂടി ഉള്ള രീതിയിൽ ഉപ്പ് ചേർക്കണം കേട്ടോ. ഇവിടെ പിന്നെ ഓൾറെഡി ഉപ്പ് കുറച്ച് കൂടുതലായ കാരണം കൊണ്ട് ഉപ്പ് കുറച്ച് അധികം ചേർക്കുന്നു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ട ചേർത്തിട്ട് വെള്ളം ചേർക്കണ്ട, കൂടുതൽ മുട്ട ഉണ്ടെങ്കിൽ മുട്ട തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലത്. പക്ഷേ മാഗിയുടെ ഒക്കെ ഒരു മറ്റേ പാക്കറ്റ് കിട്ടുമല്ലോ, അതിനകത്ത് വരുന്ന മണം. അത് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയാ, റെഡിമെയ്ഡ് അല്ലേ. അപ്പം അതിന് കുറച്ച് വേറെ സ്മെല്ലുണ്ട്. കുഴപ്പമില്ല, സെറ്റാവായിരിക്കും. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ കുളമായത് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒന്നും കൊളായിട്ടില്ല, ഒക്കെ എനിക്ക് ഉണ്ടാക്കാറിയാവുന്ന തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കാരണം ഒന്നും കൊളായിട്ടൊന്നുമില്ല. അതൊക്കെ ഈ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ, നല്ല തിക്കായിട്ട് ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ ചിലപ്പോൾ ശബ്ദമൊന്നും അത്ര നല്ല ഇതിൽ കിട്ടില്ല കേട്ടോ. പുറത്ത് നല്ല മഴയാണ്, കുറേ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര മഴയാണെന്നൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ കാണുന്നത്. മഴ മാത്രമല്ല, അവിടെയൊക്കെ വെള്ളം കയറി, പല ജില്ലകളിലും വെള്ളം കയറുന്നുണ്ട്. കുറേ സ്ഥലങ്ങളിൽ വെള്ളം കയറിയെന്നൊക്കെ നമ്മൾ ന്യൂസിൽ കാണുമ്പോൾ ഭയങ്കര പേടിയാവുക. കാരണം ഇവിടെ മറ്റേ വെള്ളപ്പൊക്കത്തിന് കരണ്ടും പോയി. അപ്പോൾ കരണ്ടും പോയിട്ടാ. അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ 2018 വെള്ളപ്പൊക്കത്തിനാണ് ഇവിടെ കുറച്ച് സീനായിട്ടുണ്ടായിരുന്നത്.
പിന്നെ അങ്ങനെ വലിയ ഇവിടെ മാത്രല്ല കേട്ടോ എല്ലായിടത്തും. അല്ല നമ്മുടെ ഈ ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ട് ആ സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഓരോ സ്ഥലത്ത് വെള്ളം കയറി എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ഇവിടെ. അതാ ഉദ്ദേശിച്ചേട്ടാ. അപ്പോ 2018 പ്രളയത്തിന് എല്ലാം അവിടുത്തെ ഉണ്ടായിരുന്നല്ലോ ബുദ്ധിമുട്ട്. ആ ഒരു ഇത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ കുറെ സ്ഥലത്ത് വെള്ളം കയറുന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. പേടിയാണ് നമുക്കതൊക്കെ കേൾക്കുമ്പോ. നല്ലതെന്നാണെങ്കിൽ പുലർച്ചെ തൊട്ട് മഴ പെയ്യാൻ തുടങ്ങില്ല. ഇത്ര നേരമായിട്ട് ഇവിടെ ജസ്റ്റ് ഒരു തോർച്ച ഒന്ന് തോർന്നിട്ട് പോലും ഇല്ല. ഇങ്ങനെ പെയ്യുന്ന മഴയാണ് പേടിക്കേണ്ടത് ശരിക്കും. അതെ, നിർത്താതെ ഇങ്ങനെ പെയ്യുന്ന മഴയാണ് പേടിച്ചോണ്ടിരിക്കുന്നത്. എപ്പോഴാണ് അതെ വെള്ളം കയറി വന്നോണ്ടിരിക്കുന്നത്. ഓൾറെഡി എന്നാക്കി നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് മസാല തേച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചും കൂടി വഴുതനങ്ങ ചേർക്കാണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മൊത്തം ഇതിലേക്കുള്ളത് ഉണ്ടാവും തോന്നുന്നു. ഇതിനാണ് ഇത്തിരി വലിയ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഓരോന്നിൽ ഇങ്ങനെ മസാല തേക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ്. പക്ഷെ മണം തോക്കുന്നുണ്ട് കേട്ടോ. മണം നല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ സൗണ്ട് സീനാവും തോന്നുന്നു ഈ മഴ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. നമുക്ക് മൈക്കൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോസും അങ്ങനെയുള്ള പല വീഡിയോസൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ കേൾക്കാറുണ്ട്, കൈ വെച്ചാണോ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈ വെച്ച് ചെയ്താലാണ് അത് ശരിയാവുള്ളൂ. പിന്നെ ഭക്ഷണ സാധനങ്ങളല്ലേ നമ്മൾ നല്ല രീതിയിൽ കൈ കഴുകി വൃത്തിയാക്കിയിട്ടായിരിക്കും നമ്മൾ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. നല്ല രീതിയിൽ കൈ കഴുകി വൃത്തിയായിട്ട് തന്നെയായിരിക്കും നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നത്. കാരണം ഐശ്വര്യമായിട്ട് സത്യം നല്ല രീതിയിൽ നമ്മൾ കൈ കഴുകി വൃത്തിയോട് കൂടിയിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. അത് വേറൊരു ഇതായിട്ട് പറഞ്ഞല്ല. നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ പറയുക ഇങ്ങനെയൊക്കെ പറയണേ. എന്തായാലും നമ്മൾ പാചകം ചെയ്യുമ്പോൾ അത്യാവശ്യം കൈ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ ചെയ്യുക. അപ്പം അതുകൊണ്ട് പറഞ്ഞോളൂ കേട്ടോ. നമ്മുടെ മസാല ശരിയാക്കിച്ചിട്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കാണ് കേട്ടോ. ഇത്ര പെരുത്ത് ഞാനിപ്പോൾ വറുക്കുന്നില്ല. ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. രാത്രിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മൊത്തം നമ്മളിപ്പോൾ വറുക്കുന്നില്ല. കുറച്ച് വറുക്കുന്നത് മസാലയൊക്കെ തേച്ച് മസാലയൊക്കെ തേച്ച് തിരിഞ്ഞിട്ട് വെച്ചിട്ടുള്ളത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനുള്ള കേട്ടോ. ബാക്കി നമുക്ക് വറക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് ആ ഉപ്പും എരിവും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് വരും. മഴയുണ്ട്. സാഹസിക വീഡിയോ വീണ്ടും എടുക്കാനായിട്ട് ബാക്കിലൂടെ തന്നെ പോവാം. ശബ്ദം ഒരു പ്രശ്നമാണ്. വേണ്ടേ? ഇല്ലെന്ന് കയറ്റത്തില്ലേ? ഇവിടെ മഴ പെയ്യത്തില്ല ശരിക്കും. ഷാലോ ഫ്രൈ ആണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വഴുതനങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പൊരിക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങയൊക്കെ കറക്റ്റ് റൗണ്ടിലൊന്നല്ല കേട്ടോ. പലതും പല ഷേപ്പിലൊക്കെയാണ്. ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വെച്ചാൽ പോരെ ബാക്കി. പാത്രത്തിന് ലേശം ശരിയുള്ള കാരണം നല്ലൊരു മണം വരുന്നുണ്ടാവും. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. സെറ്റായിക്കൊണ്ടിരിക്കുന്നു. വഴുതനങ്ങ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഈ ഒരു ഭാഗം ഇങ്ങനെ വല്ലാണ്ട് മുരിഞ്ഞ് തന്നെ കണ്ടിട്ട് പെട്ടെന്ന് ആക്കരുത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ആണെങ്കിലും
അതിൻ്റെ ഒരു പച്ച കുത്തൊന്ന് മാറി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒന്ന് പുറം ഭാഗം കുറച്ച് ബ്രൗൺ ആയാലും കുഴപ്പമില്ല, ഉള്ളിലേക്ക് എന്നാലാണ് അതിൻ്റെ ഒരു ഇത് വരുള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ? അല്ലല്ല, അപ്പോൾ രണ്ട് വേറെ കൂട്ടാനൊക്കെ ഉണ്ട്, വേറെ കൂട്ടാനുകളൊക്കെ ഉണ്ട്. മതി. ഊണിൻ്റെ സ്പെഷ്യൽ കാണിക്കാം. സ്പെഷ്യൽ എന്നൊന്നല്ല, ഇന്നത്തെ ഇവിടുത്തെ ഊണിന് നല്ല ചോറ് കേട്ടോ. പിന്നെ ഇത് നോക്കിയ നല്ല, ഇത് കൊത്തമരയാണ്. ഇവിടെ കൊത്തമര എന്നാണ് പറയുക, വേറെ എന്തെങ്കിലും പേരിൽ പറയുമെന്ന് എനിക്കറിയില്ല. അമരപ്പയർ എന്ന് പറയുന്നത് ഇതിനെ വേറെ തന്നെയാണ്. ഇത്തിരി വീതിയിലുള്ള പയറിനെ അമരപ്പയർ എന്ന് പറയും. അമരപ്പയറിന് ബെസ്റ്റ്. ഓരോ നാട്ടിലും ഓരോ പേരാടോ. അപ്പൊ ഗൈസ്, അപ്പൊ ഇത് ഇതിന് ഞങ്ങളുടെ ഇവിടെ കൊത്തമര എന്നാണ് പറയുക. മറ്റേതിനെ കുറച്ചും കൂടി വീതിയുള്ള ടൈപ്പിന് നമ്മൾ അമരക്കായ എന്ന് പറയും. അപ്പോൾ എന്താ പറയാ, പറയൂ നിങ്ങളുടെ നാട്ടിൽ എന്തെന്നാണ് പറയാന്നുള്ളതൊക്കെ പറയൂ. ചേമ്പും ഇതും ഇരുമ്പമ്പുളിയും ചേമ്പും നാളികേരച്ച് കടുക് വറുത്തത് കേട്ടോ. അതുമാണ്. പിന്നെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. മറ്റേ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പൊ കഴിച്ചു നോക്കിയിട്ട് സ്ഥിരം കഴിച്ചു നോക്കുന്ന ആൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് അഭിപ്രായം കേൾക്കാം. ഞങ്ങളുടെ നാട്ടില് ഈ അമരക്ക് പറയുന്നത് അമരക്ക എന്നാണ്. സോറി, ഇത് കാണാൻ പറ്റും. ഇതിന് അമരക്ക, ഇതിനകത്ത് ഏതാണ് അമരക്ക എന്ന് അവർ കണ്ടുപിടിക്കും. അമരക്കാന് ഏതാണ് ഇതില് അമരക്കാന്ന് അറിയില്ല, ആളാണ് പറയുന്നത്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അമരക്കാനാണ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടില് ഇത് മറ്റേ മലക്കറി കൂടെ ഫ്രീ കിട്ടുന്ന സാധനം. ഫ്രീ എന്തൊക്കെ കാണിക്കണേ മാറിയോ? എവിടെ ക്യാമറ? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ അമരക്ക എന്ന് പറയും. അമര. അതിനകത്ത് ഇവര് എന്താണ് പയറല്ല പരിപ്പ് ഇട്ട് വഴറ്റിയെടുത്തതിനാണ് ഇങ്ങനെ. പരിപ്പിട്ട് വഴറ്റിയെടുത്തതിനല്ല മോനെ പറഞ്ഞത്. ഇതിനെ സാധാരണ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊത്തമര എന്നാണ് പറയാ. അമരപ്പയർ എന്ന് പറയുന്നത് കുറച്ചും കൂടി രീതിയുള്ള പയറിനാണ് അമരപ്പയർ എന്ന് പറയാ. അപ്പൊ നിങ്ങളുടെ നാട്ടില് ആ കുറച്ച് ഇതിനെയാണ് അമരപ്പയർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ വീതി ഉള്ളതിന് എന്താ പറയാന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എനിക്കറിയത്തില്ല. കഴിക്ക്. ഇതെന്താ കറി? അത് ഇരുമ്പൻപുളിയും ചേമ്പും പരിപ്പും കൂടിയിട്ട് നാളികേര വെച്ച് കടുക് വറുത്തത്. ഇത് നമ്മുടെ കൊത്തമരയും പരിപ്പും എന്താ പറയുക തോരൻ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വഴുതനങ്ങ ഫ്രൈ. കഴിച്ചോളൂ. എപ്പോഴും ഞാൻ കഴിച്ചിട്ടില്ലേ പറഞ്ഞു. നല്ല രുചിയുണ്ട്. എസ്പെഷ്യലി വഴുതനങ്ങ. ഞാൻ നോക്കട്ടെ. ഒന്നാം തരം. ഇത്രക്കൊന്നും പോരാ. ശരി. എന്റെ കൊള്ളണം. അപ്പൊ ഗായ്സ്, നമ്മുടെ എല്ലാവരും, നല്ല മഴയാണ് ഇപ്പോഴും ഇവിടെ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അതിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട്, ഓരോ സ്ഥലത്ത് വെള്ളം കയറിയെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവും, നമുക്കൊരു വിഷമമല്ല അതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെയുള്ള ആൾക്കാർ എന്താ പറയുക, സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇവിടെ ഞങ്ങൾ സേഫാണ്. ഇവിടെ ഒന്നും അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ തൃശ്ശൂർ ഭാഗത്ത് അങ്ങനെ കേട്ടിട്ടുമില്ല. പിന്നെ ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇതുവരെ ഇല്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.